നമ്മുടെ ഒ പിയിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി അബോർഷൻ വേണമെന്ന് ഉദ്ദേശിച്ച് വരുന്ന പല ആളുകളും ഐപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഐപ്പിലിന് ഇത്രത്തോളം ഫെയിലിയർ റേറ്റ് ഉണ്ടോ? ഐപ്പിൽ എന്ന് പറയുന്ന ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണ്. പക്ഷേ പലപ്പോഴും പേഷ്യൻസ് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അൺപ്ലാൻഡ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഇത് ടാബ്ലറ്റ് മേടിക്കും. എന്നിട്ട് അത് ഉപയോഗിക്കാൻ പലപ്പോഴും പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർ പലപ്പോഴും ചെന്നിട്ട് നമ്മൾ കമ്പനി പറയുന്നത് 24 to 72 മണിക്കൂറിനുള്ളിൽ അത് മരുന്ന് കഴിക്കണം എന്നാണ്. പക്ഷേ ഈ 24 മണിക്കൂറിനുള്ളിൽ കഴിച്ചിട്ട് പോലും ചില കേസുകളിൽ പ്രഗ്നൻസി ആകാറുണ്ട്. പിന്നെ പലപ്പോഴും എന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ആയാലും ചിലപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണെന്നുള്ള കാര്യം പേഷ്യൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറഗുലർ സൈക്കിൾസ് വരാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വരുന്ന സൈക്കിൾ ചിലപ്പോൾ ഇറഗുലർ ആകാം. അഥവാ പീരീഡ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്ത് പ്രഗ്നൻസി യൂട്രസിനകത്താണോ അല്ലെങ്കിൽ യൂട്രസിന് പുറത്തുണ്ടോ എന്നുള്ളത് നോക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഏതെങ്കിലും തരത്തിൽ പേഷ്യൻസിന് ഒരു റെഗുലറായിട്ടൊരു കോൺട്രസെപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഐപ്പിൽ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. അത് ശരിക്കും ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മെത്തേഡ്സ് പല കോപ്പറേറ്റീവ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചെക്റ്റബിൾ കോൺട്രസെപ്റ്റീവ്സ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉണ്ട് 21 ഡേയ്സിൻ്റെ. ഇത് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐപ്പിൽ എന്ന് പറയുന്നത് എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ സൈഡ് എഫക്റ്റും മനസ്സിലാക്കുകയും വേണം.